ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബോട്ടിലാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് സിമെൻറ്റിൽ കുറച്ച് ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് മുമ്പ് ഞാൻ ഈ ഭാഗത്തൊരു റൗണ്ട് വരയ്ക്കുകയാണ്. ഈ റൗണ്ട് ഒഴിവാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതൊരൽപ്പം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വൈറ്റ് സിമെൻറ്റ് അടിച്ച എല്ലാ പോർഷനിലും അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കൊരു മരത്തടി കണക്കാക്കി എടുക്കാനാണ്. അതിനുശേഷം ആ പ്ലെയിനായിട്ട് വിട്ടിരിക്കുന്ന ഒരു പോർഷൻ നമുക്കൊരു കിളികളൊക്കെ വന്നിരിക്കുന്ന ഒരു പൊത്ത് പോലെ ആക്കി എടുക്കാനാണ്. ബോട്ടിൻ്റെ ഓപ്പണിംഗും ഒക്കെ നമ്മളങ്ങ് കവർ ചെയ്ത് അടയ്ക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മരത്തടിയിലൊക്കെ കാണുന്ന പോലത്തെയുള്ള പാടുകളും മറ്റുമൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുകയാണ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാടുകളൊക്കെ വീഴ്ത്താൻ സാധിക്കും. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്ലേ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊത്തിനുള്ളിൽ നിന്നും തല പുറത്തേക്ക് ഇട്ടിരിക്കുന്ന രീതിയിൽ ഒരു ക്ലിയും കൂടെ ചെയ്തെടുക്കണം. നമുക്കിനി ഇതിലേക്ക് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ഈ കിളിയുടെ പോർഷൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ബ്ലാക്ക് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് ഇനി ബ്രൗൺ കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ മരത്തിൻ്റെ ഒരു കളറാക്കി എടുക്കണം ഇതിനെ. ഫുള്ളായിട്ട് ഞാൻ ബ്രൗൺ കവർ ചെയ്യുന്നില്ലേ. ഈ ചെറിയ വെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ബ്ലാക്ക് തന്നെ നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചറിന് നല്ലത്. ഈ ബ്രൗൺ കളർ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിലേക്ക് ഒക്കർ യെല്ലോയും ഗ്രീനും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഷെയ്ഡിങ് ഒന്ന് ചേഞ്ച് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ കളറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമുക്കിനി ഈ പക്ഷിക്ക് കളർ കൊടുക്കാം. ഞാനൊരു യെല്ലോ കളറാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷിയുടെ ചുണ്ടിന് ഒരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കണ്ണിന് ചുറ്റും ഒരു ബ്ലൂ റിങ്ങും കൂടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കൂട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് കളർ ഫെയ്ഡ് ആകാതെ ഒരുപാട് കാലം നിലനിൽക്കുകയുള്ളൂ. തൽക്കാലം ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ആളെന്ന ബട്ടനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.